കടൽ തിരമാലകളുടെ ഒരു ഇരുമ്പിൽ കേൾക്കുമ്പോൾ നല്ല റിലാക്സിങ് ആൻഡ് സൂത്തിങ് ആയിട്ട് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഞാൻ ആ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നതും. ഓസ്ട്രേലിയയിലെ സിഡ്നിയുടെ അടുത്ത് നാരബിൻ എന്ന് പറയുന്ന ഒരു ബീച്ച് ഏരിയയിലേക്കാണ് ഇന്ന് പോകുന്നത്. നാരബിൻ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ സർഫിംഗ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് കേട്ടോ. എനിക്ക് സർഫിംഗ് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ പോയത് ബീച്ചിൻ്റെ വ്യൂസ് കണ്ട് എൻജോയ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിൻ്ററാണ് വെതറെങ്കിലും വെയിലുള്ള ദിവസം പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെതറാണേ. നല്ല സണ്ണി ആയിട്ട് എന്നാൽ അത്ര ചൂടൊന്നും ഇല്ലാത്ത ചെറിയ തണുപ്പൊക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെതർ. ഞാനും ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നാരബിനിലേക്ക് എത്തിപ്പെടുന്നതും. സിഡ്നിയിൽ നിന്ന് ഹാർഡ്ലി ഒരു 45 മിനിറ്റ്സ് ഡ്രൈവേ ഇങ്ങോട്ടേക്കുള്ളൂ. ഇനിയിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിലും എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകുവാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ബീച്ചാണ് കേട്ടോ ടുരിമെട്ട ബീച്ച്. നാരബിൻ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ബീച്ചാണ് ടുരിമെട്ട ബീച്ച്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തതും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും എല്ലാം ടുരിമെട്ട ബീച്ചിലാണ് കേട്ടോ. ഒട്ടും ക്രൗഡഡ് അല്ലാത്ത എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ടുരിമെട്ട ബീച്ച്. ഇനി ആ ബ്യൂട്ടിഫുൾ വ്യൂ ഒന്ന് നോക്കിക്കേ, എന്ത് രസമാണല്ലേ കാണാൻ. ഇതിങ്ങനെ നോക്കി എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ തോന്നും കേട്ടോ. ഇതിങ്ങനെ കണ്ടു നിന്നാൽ തന്നെ നമ്മൾ നല്ല റിലാക്സ്ഡ് ആകുമേ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നേരിട്ടുള്ള വ്യൂസ്. ഇവിടെ സിഡ്നിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് ദിസ് ബീച്ച് ഏരിയ ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.